റോമിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ബെസിലിക്കയിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അത്ഭുത തിരുശേഷിപ്പ് ബെസിലിക്ക റെക്ടർ ഫാദർ സ്റ്റെഫാനോ താമ്പൂരോ, വൈസ് റെക്ടർ ഫാദർ കാർലോ ഡി ജോവാനി എന്നിവർ ചേർന്ന് ഗോതിരത്ത് സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ആന്റണി ബിനോയ് അറക്കൽ, സഹവികാരി ഫാദർ നിവിൻ കളരിത്തറ എന്നിവർക്ക് കൈമാറി. പുണ്യവാനെ നീ നേരിട്ട് വരുമ്പോൾ അത് അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്ന് ഗോതിരത്ത് ലിങ്ക് പാലം കപ്പേളയിൽ നിന്നും നിരവധി ഇരുചക്രവാഹനങ്ങളും മാലാഖ വേഷധാരികളായ കുഞ്ഞുങ്ങൾ, വിശുദ്ധരുടെ വേഷധാരികൾ, ചവിട്ടുനാടകക്കാർ, പേപ്പൽ പതാകയേന്തിയ വിശ്വാസികൾ തുടങ്ങി ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെ ഗോതിരത്ത് ദേവാലയത്തിൽ സ്വീകരിച്ച് പ്രതിഷ്ഠ നടത്തി. വികാരി ഫാദർ ആന്റണി ബിനോയ് അറക്കൽ നേതൃത്വം നൽകി. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഈ നാടിൻ്റെ മധ്യസ്ഥനായ നമ്മയെന്നും ഒത്തിരിയേറെ സ്നേഹത്തോടെ സംരക്ഷിക്കുന്ന, നമുക്ക് സൗഖ്യം നൽകുന്ന, നമ്മെന്നും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പ് നമ്മുടെ ദേവാലയത്തിൽ എത്തിച്ചേർന്ന ആ മഹോത്സവം നമ്മൾ ആഘോഷിക്കുകയാണ്. 513 വർഷങ്ങൾക്ക് ശേഷമാണ് 2024 ജനുവരി 20 വിശുദ്ധ സെബസ്ത്യാനോസിന്റെ റോമിലുള്ള കബറിടം തുറക്കുന്നത്. ആ കബറിടത്തിനെടുത്ത വത്തിക്കാൻ സ്ഥിരീകരിച്ച വിശുദ്ധന്റെ തിരുശേഷിപ്പാണ് നമ്മുടെ ദേവാലയത്തിൽ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. വിശുദ്ധന്റെ രക്തസാക്ഷിത്വത്തിന്റെ 1720 വാർഷിക ദിനത്തിലാണ് അദ്ദേഹത്തിന്റെ കബറിടം തുറന്ന് അത് വിശുദ്ധന്റെ തന്നെ തിരുശേഷിപ്പാണെന്ന് സ്ഥിരീകരിച്ചത്. പ്രിയമുള്ളവരെ, നമ്മൾക്ക് എത്രയോ ഭാഗ്യം ചെയ്തവരാണ്.
നമ്മുടെ പുണ്യവാന്റെ, ഗോതിരത്തിൻ്റെ പുണ്യവാന്റെ, കേരളക്കരയുടെ, കേരള സഭയുടെ, ഭാരത സഭയുടെ, ആഗോള സഭയുടെ വിശുദ്ധനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പ് ഏറ്റുവാങ്ങാനുള്ള വലിയൊരു ഭാഗ്യം നമുക്കുണ്ട്. പ്രത്യേകമായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ ഗോതിരത്തും ഈ നാടും ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്ന ഒത്തിരിയേറെ വിശ്വാസികളും തീർത്ഥാടകരും. എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. തുടർന്ന് നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ മുഖ്യ കാർമ്മികനായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറുകയാണ്. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സജീവമായ സാന്നിധ്യം വിളിച്ചോതുന്ന ഈ തിരുശേഷിപ്പ് ഈ മണ്ണിൽ നമ്മൾ ഏറ്റുവാങ്ങുമ്പോൾ പുണ്യവാന്റെ ഒത്തിരി വലിയ അനുഗ്രഹവും മാധ്യസ്ഥവും നമ്മൾ ഇന്ന് നേരിട്ട് തൊട്ടനുഭവിക്കുകയാണ്. ദൈവം നമുക്ക് നന്ദി പറയാം. ഈ വലിയ കൃപയ്ക്ക് ഒത്തിരി സ്നേഹം ദൈവം നമ്മോട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പുണ്യവാന്റെ തിരുനടയിൽ പുണ്യവാന്റെ ഈ സജീവമായ സാന്നിധ്യം ഈ തിരുശേഷിപ്പിലൂടെ അനുഭവിക്കുവാൻ, തൊട്ടനുഭവിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകിയത്. ഒപ്പം ഈ ജീവിതം നമുക്ക് നൽകുന്ന വലിയൊരു മാതൃകയുണ്ട്. ദൈവത്തെ നമ്മൾ എന്തുമാത്രം സ്നേഹിക്കണമെന്ന്, സ്വന്തം ജീവൻ പോലും ദൈവത്തിനോടുള്ള സ്നേഹത്തെ പ്രതി, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഈ വിശുദ്ധൻ ത്യജിച്ചുവെങ്കിൽ, ദൈവത്തിന് ക്രിസ്തുവിന് നൽകുവാൻ തയ്യാറായെങ്കിൽ ആ വിശ്വാസം കൂടി നമ്മൾ ഇന്ന് തൊട്ടനുഭവിക്കുകയാണ്. തിരുശേഷിപ്പ് വണക്കത്തിനായി ആയിരക്കണക്കിന് നാനാജാതി വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം തിരുശേഷിപ്പ് റോമിലേക്ക് തിരിച്ചു പോകും. എല്ലാവിധ പകർച്ചവ്യാധികളിൽ നിന്നും, എല്ലാവിധ പൈശാചികമായ ശക്തികളിൽ നിന്നും. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.